ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരെയും മഷുബാസ് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒരു പുതിയ യൂട്യൂബിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഈ പുതിയൊരു വീഡിയോ ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യമാണ്, ഫോൺപേ എന്നൊരു ആപ്ലിക്കേഷൻ, ഫ്ലിപ്കാർട്ട് എന്ന ആപ്ലിക്കേഷൻ വെച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോൺപേ ഉപയോഗിക്കാത്തവർ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺപേ ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെഫർ ബോണസ് ആയിട്ടൊരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 150 രൂപയാണ് ഒരാളെ റെഫർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഓൺലൈനായിട്ട് എങ്ങനെ നമുക്ക് പൈസ മറ്റിലൊക്കെ അയച്ചെടുക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷന് വലിയൊരു പ്രത്യേകത ഞാൻ വീണ്ടും നിങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ഒത്തിരി ഓൺലൈൻ സൈറ്റുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ഗുണം, അതുപോലെ എന്താണ് അതിൻ്റെ ലാഭം എന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ നിങ്ങൾ ഓരോ ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുവാണെങ്കിൽ നമുക്ക് വളരെയധികം ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ റിവാർഡിനകത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, വീണ്ടും ഒരു സ്ക്രാച്ച് കാർഡ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വല്ലതും ഉണ്ടോയെന്ന് അറിയുന്നില്ല. ഗായ്സ്, നമുക്ക് 167 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്ലെയിമിംഗ് റിവാർഡ് 167 രൂപ. അപ്പോൾ കണ്ടായിരുന്നു, ഇത് വേറൊന്നുമല്ല. അതായത് ഞാനിപ്പോൾ ഓൺലൈൻ, അതായത് നമ്മുടെ ഷോപ്പിംഗ് സൈറ്റ് ആമസോണിൽ നിന്ന് ഒരു UPI ട്രാൻസ്ഫർ നടത്തി. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതൊരു 101 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനിത് നിങ്ങൾ കാണിച്ചപ്പോഴാണ് ഞാനും ഈ ക്യാഷ് ബാക്ക് കിട്ടിയ കാര്യം കാണുന്നത്. അപ്പോൾ ഞാനും കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പാണ് ഞാൻ ചെയ്തൊരു ക്യാഷ് ബാക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വന്നത്. മറ്റൊന്നുമല്ല, നമ്മളൊരു 500 രൂപയുടെ ഒരു പ്രോഡക്റ്റ് മേടിച്ചു. അതായത് നമ്മൾ ട്രിമ്മർ മേടിച്ചായിരുന്നു ഫ്ലിപ്കാർട്ട് വഴി. അപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ല കൊടുത്തിരിക്കുന്നത്, ഓൺലൈൻ പേയ്മെൻറ്റ് ത്രൂ ഇതിലും വഴി കൊടുത്തത്. അതായത് നമ്മുടെ ഫോൺപേ വഴിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്യാഷ് ബാക്ക് കിട്ടും 101 രൂപ. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ വഴിയൊന്നും കൊടുക്കുവാണെങ്കിൽ എനിക്കൊന്നും വലിയ എമൗണ്ട് ഒന്നും കിട്ടത്തില്ല. ചിലപ്പോൾ വല്ല 15 രൂപയൊക്കെ എമൗണ്ട് കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിലും വഴി നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഈ സംഭവം കണ്ടുപിടിച്ച് തന്നെ ഞങ്ങൾ കുറച്ച് ദിവസം യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഓർഡർ ചെയ്തപ്പോൾ 167 രൂപ കിട്ടി. നിങ്ങൾ തന്നെ ഓൺ സ്പോട്ടിൽ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ, അതായത് നിങ്ങളുടെ കൂട്ടുകാർക്ക് വല്ല ചെറിയൊരു എമൗണ്ടോ ഒരു 100 രൂപ അല്ലെങ്കിൽ ഏറ്റവും കുറേ 100 രൂപ 150 രൂപ നിങ്ങളുടെ കൂട്ടുകാർക്ക് ജസ്റ്റ് അയച്ചു കൊടുക്കുക. അതിനുശേഷം അവനെ കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് അയക്കുക. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് നമുക്ക് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾക്കും ഒരു ചെറിയൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ അതുപോലെ സ്ക്രാച്ച് കാർഡും രണ്ട് സ്ക്രാച്ച് കാർഡും കിട്ടും. അങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് 167 കിട്ടി, നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അതുപോലെ 101 രൂപ കിട്ടിയതിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ വന്നപ്പോൾ നമുക്ക് 167 കിട്ടി. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട കാണിച്ചു തരാം. അതിനായിട്ട് നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിലോട്ട് പോകണം. അതായത് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഫ്ലിപ്കാർട്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലോട്ട് പോയത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടും പോലെ തന്നെ ഈ ഫ്ലിപ്കാർട്ടും ഫോൺപേ ഒരു ടൈപ്പ് പടത്തിലുണ്ട്. അതായത് ക്യാഷ് കളക്ട് ചെയ്യുന്ന ടൈപ്പ് ഇവരാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് ജസ്റ്റ് കാണിച്ചു തരാൻ നമ്മൾ മേടിക്കുന്നില്ല, പൈസയില്ല നമ്മുടെ എത്ര അതിന് മാത്രമൊന്നും. ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുത്തു. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നെറ്റ് പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്ക് കാണാം, റേഞ്ച് ഇല്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വന്നു, നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പ് വഴി സാധനം മേടിക്കുവാണെങ്കിൽ നമ്മൾ ബൈ നൗ കൊടുക്കും. അതിനുശേഷം ഓക്കെ, ബൈ നൗ കൊടുത്തതിന് ശേഷം നമുക്ക് ഓർഡർ സമ്മറി ആയിട്ട് വരുമ്പോൾ അഡ്രസ്സും അതിൻ്റെ കാര്യം കൊടുക്കുക. നമ്മൾ വീണ്ടും കണ്ടിന്യൂ കൊടുക്കും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് മറ്റൊന്നുമല്ല, നമ്മുടെ പേയ്മെൻ്റ് ആയിരിക്കും. വേറൊന്നും ഇതിനകത്ത് കൊടുക്കാൻ സംഭവമില്ല. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് വരുന്ന നേരത്തെ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ BHIM UPI എന്ന് ഇവിടെ രണ്ടാമത് കാണാം. അതായത് കണ്ട BHIM UPI ഫോൺപേ കാണിക്കും. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ശേഷം നമുക്ക് വേറൊരു പേജ് ആയിരിക്കും വരുന്നത്, ഓപ്പണായി വരുന്നത്. അതായത് ഫോൺപേയുടെ ഒരു പേജ് ആയിരിക്കും. അപ്പോൾ ഒരു മെർച്ചൻറ്റ് ട്രാൻസാക്ഷനാണ് ഈ നടക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ട എൻ്റെ ഫോൺപേക്കകത്ത് ഇപ്പോൾ വാലറ്റിനകത്തുള്ള പൈസയും മറ്റേ പൈസയും ആഡാവുകയാണ്. എന്നിട്ട് നമുക്ക് എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അതിനകത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഇവിടം വഴി പേ ചെയ്യുക. ഈ പേ കൊടുത്ത് നിങ്ങളുടെ ഒരു UPI ID ഒരു പാസ്വേഡ് ഉണ്ട്, അതും കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം മേടിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധനം മേടിക്കുവാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഉടനെ തന്നെ സ്ക്രാച്ച് കാർഡ് കിട്ടുമെന്ന് പറയത്തില്ല. മേ ബി നിങ്ങൾ കുറച്ച് തരാം, അതായത് ഒരു 15 മിനിറ്റ് അരമണിക്കൂർ ചിലപ്പോൾ 1 ഡേ കഴിയുമായിരിക്കും
സ്ക്രാച്ച് കാർഡ് വരാൻ വേണ്ടി. അതായത് നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് നഷ്ടം വരും. അപ്പോൾ അതിനെ ചെക്ക് ചെയ്യുകൊണ്ട് ക്യാൻസൽ ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുവാണെങ്കിൽ മാത്രമേ അവർ ഇതുപോലെ ഓർഡറിന് നമുക്ക് പൈസ തരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വളരെയധികം ചിന്തിക്കേണ്ടതും വളരെയധികം കാര്യം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുമ്പോൾ ഡൗൺലോഡ് എന്തുകൊണ്ട് അതിലുമ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നത്, ഞാൻ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് എനിക്ക് സൈൻ ഇൻ ബോണസായിട്ട് ഈ 150 രൂപ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോൾ ഡൗൺലോഡ് ചെയ്താലും ഒരാളുടെ ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് റെഫർ ബോണസ് കിട്ടത്തുള്ളൂ. ഒരിക്കലും അല്ലാതെ നമുക്ക് റെഫർ ബോണസ് കിട്ടത്തില്ല. അപ്പോൾ റെഫർ ബോണസ് ഡൗൺലോഡ് ചെയ്ത ഒരെണ്ണം കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ആഡ് ബാങ്ക് അക്കൗണ്ട് കാണും. അപ്പോൾ നിങ്ങൾക്കൊരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിരിക്കുക മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ അടിച്ച് ഇത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരു എമൗണ്ട് അയക്കുക. അപ്പോൾ എമൗണ്ട് അയച്ചാൽ മാത്രമേ നമുക്ക് റെഫർ ബോണസും കിട്ടത്തുള്ളൂ, വേറൊരു സ്ക്രാച്ച് കാർഡ് ആ എമൗണ്ട് അയച്ചതിന് ഒരു സ്ക്രാച്ച് കാർഡ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഫ്ലിപ്കാർട്ടോ ആമസോണോ ഏതിലും വഴി ഓർഡർ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ഫോൺപേയുടെ ഈ ഒരു ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എനിക്ക് ലഭിച്ച പോലെ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കി വിചാരിച്ചാൽ നമുക്കൊരു 101 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തു. അതായത് നമ്മുടെ ഇന്നലെ എന്ന് പറയുമ്പോൾ ഉണ്ടാവും 27-ാം തീയതി ഓർഡർ ചെയ്തത്. പക്ഷേ നമുക്ക് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആയത് 28-ാം തീയതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ദിവസമെങ്കിലും മാക്സിമം വെയിറ്റ് ചെയ്യേണ്ട വരുമായിരിക്കും സ്ക്രാച്ച് കാർഡ് ഏൺ ചെയ്യാൻ വേണ്ടി. അത് നമ്മുടെ ഓർഡർ ക്യാൻസൽ ആവുമോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് എൻജോയ് ദിസ് വീഡിയോ.